മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 3 പേർ കുറ്റക്കാരെന്ന് കോടതി. 1-ാം പ്രതി ഷൈബിൻ അഷ്റഫ്, ഷിഹാബുദ്ദീൻ, 6-ാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരെന്ന് കോടതി. മറ്റുള്ളവരെ വെറുതെ വിട്ടു. 12 പ്രതികളെ വെറുതെ വിട്ടു. മറ്റന്നാളാണ് മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷാവിധി പറയുക. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. വിപിൻ, വെല്ലുവിളികൾ ഏറെയുണ്ടായിരുന്നു. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും ഇല്ലാത്ത ഒരു കേസ്, അതിത്ര ഭംഗിയായി അന്വേഷണ ഉദ്യോഗസ്ഥർ അത് അന്വേഷിച്ചു. അതിൽ കൃത്യമായി ഇപ്പോൾ വന്നിരിക്കുന്നു. ശിക്ഷാവിധി മറ്റന്നാളാണെങ്കിൽ പോലും ഇന്നിപ്പോൾ വിധി വന്നിരിക്കുന്നു. 3 പേർ കുറ്റക്കാർ, മറ്റുള്ളവരെ വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ പറയൂ വിപിൻ. സ്മിത, ഈ കേസിൽ ഏറ്റവും ഇപ്പോൾ പ്രോസിക്യൂട്ടർ നേരത്തെ സംസാരിക്കുകയായിരുന്നു. എൻ കൃഷ്ണൻ നമ്പൂതിരിയാണ് ഇതിന്റെ പ്രോസിക്യൂട്ടറായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു വലിയ നേട്ടം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അഭിമാനകരമായ ഒരു നേട്ടം ഏതൊരു പ്രോസിക്യൂട്ടറും കൊതിക്കുന്ന ഒരു നേട്ടമാണ് ഉണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരും അത് തന്നെ പറയുന്നു. കാരണം പോലീസിനെ സംബന്ധിച്ച മൃതദേഹമോ മൃതദേഹ അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ ലഭിക്കാത്ത, അതായത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പോലും പിന്തുണയില്ലാത്ത ഒരു കേസിൽ ഏറ്റവും നിർണായകമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നു. അതിൽ 3 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതായത് അദ്ദേഹത്തെ, ഈ ഷാബാസ് ഷെരീഫ് എന്നുള്ള വ്യക്തിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. ഒരു തടങ്കലിൽ പാർപ്പിച്ചു എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നുള്ളതും തെളിഞ്ഞിരിക്കുന്നു. ഈ 3 കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിലെന്തായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന തെളിവ് എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാവുന്നത്. കാരണം ഈ മൃതദേഹം പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു കേസിൽ ഈ ഷാബാസ് ഷെരീഫിൻ്റെ ഒരൊറ്റ മുടിയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വഴിത്തിരിവായത്, ഏറ്റവും പ്രധാനമായിട്ടുള്ള തെളിവായത്. കാരണം ഈ ഷൈബിൻ അഷറഫിൻ്റെ കാറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു മുടിനാരിഴ അത് ഈ ഷാബാസ് ഷെരീഫിൻ്റെതാണ് എന്ന് ഈ അന്വേഷണ സംഘത്തിന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒപ്പം തന്നെ 7-ാം പ്രതിയായിട്ടുള്ള നൌഷാദ്, അയാൾ മാപ്പുസാക്ഷിയാകാൻ തയ്യാറാവുകയായിരുന്നു. ഇങ്ങനെ കൊലപ്പെടുത്തി എന്നുള്ളത് പറയുകയും ഒപ്പം തന്നെ ഈ തടങ്കൽ പാർപ്പിക്കുന്ന ദൃശ്യങ്ങൾ അവർ ഫോണിൽ പകർത്തിയിരുന്നു. അത് പോലീസിന് കൈമാറുകയും ചെയ്തു. ഈ 2 കാര്യങ്ങളുമാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള തെളിവുകളായി മാറിയത്. 80ഓളം സാക്ഷികളെയാണ് ഈ കേസിൽ വിസ്തരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ഈ ഒറ്റമൂലി രഹസ്യം അറിയുക എന്നുള്ള ഒറ്റ ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. 1 വർഷത്തോളം 2019 ഓഗസ്റ്റ് മുതൽ 2022 ഒക്ടോബർ വരെ 2020 ഒക്ടോബർ വരെ തടങ്കലിൽ പാർപ്പിച്ചിട്ടും ഈ ഒറ്റമൂലി രഹസ്യം ഷാബാസ് ഷെരീഫ് കൈമാറുന്നില്ല. ഈ സമയത്ത് അദ്ദേഹത്തെ പല വിധത്തിൽ ഉപദ്രവിക്കുകയായിരുന്നു. ആയുധങ്ങൾ വെച്ചടക്കം ഉപദ്രവിക്കുകയായിരുന്നു. ഈ ഉപദ്രവത്തിൽ അദ്ദേഹം കൊലപ്പെടുത്തി. പക്ഷെ അത് ബോധപൂർവം കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ള വകുപ്പിൽ ഇപ്പോൾ കേസെടുത്ത് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. അതിനുശേഷം പല കഷ്ണങ്ങൾ, അതായത് ഇറച്ചി വെട്ടുന്ന കത്തി ഉപയോഗിച്ച പല കഷ്ണങ്ങളാക്കി ചെറുതാക്കി നുറുക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കി എന്നുള്ളതാണ് കേസ്. പിന്നീട് നേവി അടക്കമുള്ള വലിയ സംഘം വന്നിട്ട് തന്നെ ഈ ഒരു മൃതദേഹത്തിന്റെ ഒരു അവശിഷ്ടമെങ്കിലും കണ്ടെത്താനുള്ള പരിശോധനകൾ ഇവിടെ നടന്നിരുന്നു. പക്ഷേ പിന്നീട് ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ വളരെ നാടകീയമായിട്ടാണ് ഈ കേസ് പുറം ലോകം അറിയുന്നത്. സ്മിത, അതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ഇങ്ങനെ കൊലപ്പെടുത്തിയതിനുള്ള ഒരു പ്രതിഫലമായി ഈ കൂട്ടുപ്രതികൾക്ക് പണം നൽകാമെന്നുള്ള വാഗ്ദാനം ഇതിലെ 1-ാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫ് നൽകിയിരുന്നു. എന്നാൽ ഈ പണം കൈമാറിയില്ല. അങ്ങനെ ഈ ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിൽ തന്നെ കൂട്ടുപ്രതികൾ മോഷണത്തിന് വേണ്ടി കയറുന്നു. അങ്ങനെ കളവ് അവിടെ മോഷണം നടത്തുന്നു. ഈ ഒരു കാര്യത്തിൽ ഷൈബിൻ അഷ്റഫ് പോലീസിൽ പരാതി പറയുന്നു. അതിനുശേഷം തങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്ന് കാണിച്ച് ഈ കേസിലെ കൂട്ടുപ്രതികൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു പ്രതിഷേധം നടത്തുന്നു. ഈ പ്രതിഷേധം വളരെ വെല്ലുവിളി നിറഞ്ഞ അന്വേഷണമായിരുന്നു. കാരണം തെളിവുകളില്ലായിരുന്നു, തെളിവുകൾ നശിപ്പിച്ചിരുന്നു, തട്ടിക്കൊണ്ടുപോകൽ തെളിഞ്ഞു, തടങ്കലിൽ പാർപ്പിക്കൽ തെളിഞ്ഞു, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, ഇതെല്ലാം തന്നെ തെളിഞ്ഞിരിക്കുന്നു. 3 പ്രതികൾക്കെതിരെയാണ് കുറ്റം. 12 പേരെ വെറുതെ വിട്ടിരിക്കുന്നു. 1ഉം 2ഉം 6ഉം പ്രതികളാണ് ഈ കേസിൽ ഇപ്പോൾ പ്രതികളാണെന്ന്, കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിട്ടുള്ളത്. വിപിൻ സി വിജയനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്.